രാത്രിയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ മാറ്റർ അല്ലേ? അതെ അതെ. തുടങ്ങുന്നു ചേട്ടാ. ഞാൻ എന്താ കിട്ടിയേ? രാത്രി ആരോടെങ്കിലും പോയപ്പോൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായോ? അതെ. ആ ഇൻസിഡന്റ് പറഞ്ഞ കുഴപ്പമില്ല, വീട്ടിൽ കേറില്ല. എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് കട്ട് ചെയ്യാം. എന്നെ രാത്രി പീഡിപ്പിച്ച കഥ പറയണോ? ചേച്ചിയുടെ ട്രെയിലറിൽ പക്ഷെ ഞാനില്ലാണ്ട് സിനിമയില്ല. 4 മണിക്കൂറൊക്കെ മേക്കപ്പ് ഇട്ടിട്ടായിരുന്നു ചെയ്യുന്നത്. അപ്പം അത്രയും കഷ്ടപ്പാടൊക്കെ ഉണ്ടെന്ന് ആദ്യം അറിയത്തില്ലായിരുന്നു. ഈ പറയുന്ന കണക്ക് എന്നെ മനസ്സിലാവത്തോലും ആരാധക കണ്ടുപിടിക്കേണ്ടത്. ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു നടൻ നടി എന്ന രീതിയിൽ നിങ്ങളുടെ ഒരു സെലക്ഷൻ എങ്ങനെയാ ശരിക്കും നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടാവുന്നത്? വെറുതെ ഇരിക്കുന്ന സമയമാണെങ്കിൽ വലിയ സെലക്ഷൻ ഒന്നും ഉണ്ടാവില്ല, കിട്ടുന്നത് ഓടിപ്പോയി ചെയ്യുക എന്നുള്ളതാണ്. അറിയില്ലെങ്കിൽ അറിയാൻ വേണ്ടി പറയണ സിനിമ നടന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ലോൺ കുറവ്. അതിന് പറയുന്ന കാരണം എന്താണെന്നറിയോ? നോ കൺസിസ്റ്റൻസി ഇൻ ഇൻകം. കൺസിസ്റ്റൻസി ഇല്ല. നിങ്ങൾ വേറെ എന്ത് ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മാസവും 1 മുതൽ 5-ാം തീയതി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു എമൗണ്ട് വരും. എന്റെ അടുത്ത് ഒരു ബാങ്ക് ഹോൾഡർ ഓപ്പണായി പറഞ്ഞു. ഇപ്പൊ ഞങ്ങളെ പ്രൊമോഷനിൽ ഇരിക്കുന്ന സമയത്ത് സബ്ചേട്ടൻ വരുന്നുണ്ടോ എന്ന് ഇവിടുത്തെ എല്ലാ ആംഗിൾസും ചോദിക്കണം, അല്ലെങ്കിൽ ചാനൽസ് ചോദിക്കണം സബ്ചേട്ടൻ ഇന്റർവ്യൂ ഉണ്ടാവുന്ന. സോ ലോക ഇറങ്ങുന്നതിന് മുൻപ് മറ്റു പടങ്ങളുടെ ഇതിനും പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സ്വീകാര്യത ലോക ഇറങ്ങിയതിന് ശേഷം കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. കോളേജിലൊക്കെ പോയ ഗേൾ ഫാൻസ് ഇപ്പൊ പുറകെ. ഞങ്ങൾ ഈ സെറ്റിന്റെ ഇടയിൽ പാലക്കാട് വെച്ചിട്ട്, പാലക്കാടായിരുന്നപ്പോ കോയമ്പത്തൂര് ചുമ്മാ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കോയമ്പത്തൂര് വരെ സഭയുടെ അടുത്ത് സഭ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഒരു മണിക്കൂർ ഫുഡ് കഴിക്കാൻ പോയാലോ ഇത് നോക്കുന്നു, കാർ ഹൈവേ കയറിയിട്ട് 110 കോയമ്പത്തൂർ പാലക്കാട് മനസ്സിലായത്. മറ്റേ 23 കിലോമീറ്റർ എന്തോ മാപ്പിൽ കണ്ടപ്പോൾ സഭ പറഞ്ഞു ഇതെന്താ ഇത് 23. എവിടെയൊക്കെ വിജയ് സാറിന്റെ ഒരു മാനറിസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നിയായിരുന്നോ? ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. എന്താ അപ്പൊ അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ആക്ടറിന്റെ എൻ്റെ ഒരു റോൾ മോഡലാണ്. അപ്പോൾ സാറിനെ വെച്ച് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗം അത്രയും ഇല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അത് വേറെ ലെവലിലാണ്. ഈ എഡിറ്റേഴ്സ് ഡയറക്ടർ ആകുമ്പോൾ ഭയങ്കര അവർക്ക് നല്ലൊരു കൺവിക്ഷൻ ഉണ്ടാവും. അവർ ഭയങ്കര ഷാർപ്പാണ്, അവർക്കറിയാം എന്ത് വേണം. പോസ്റ്റ് പ്രൊഡക്ഷനിൽ നടക്കുന്ന നമ്മുടെ പെർഫോമൻസുകൾ നല്ലതാക്കുക അല്ലെങ്കിൽ നമ്മുടെ മോശം മാറ്റുക, അത് എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളെ ഭയങ്കര നീറ്റായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതൊരു എഡിറ്ററാണ്. അപ്പം ആ എഡിറ്റർ ഡയറക്ടർ ആകുമ്പോൾ അതിനെപ്പോഴും ഒരു അത് നല്ല രസമായിട്ട് വരും, അത് ഭയങ്കര ഷാർപ്പായിരിക്കും. അതുകൊണ്ട് നൗഫലിക്കയുടെ പടം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര എന്താ ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റി, അല്ലെങ്കിൽ അവർ എൻ്റെ അടുത്തേക്ക് വന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത 5 പേരാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. നമസ്കാരം. പറഞ്ഞിട്ടതാണല്ലേ കറുപ്പ്. ക്രൂ ടീംസ് എല്ലാവരും ബ്ലാക്ക് ഇട്ടു. നേരത്തെ പ്ലാൻ ചെയ്തു, അറിഞ്ഞതെങ്കിൽ ഞാനും ബ്ലാക്ക് വിജയന്റെ പക്ഷെ കൊള്ളാം. ഒരാളവിടെ ഭയങ്കര ക്ലാസ് ആയിട്ട് ഇരിക്കുന്നു. ഞാൻ തന്നെ സ്റ്റാർ. നമസ്കാരം ഉണ്ട് എന്നൊക്കെ റോണിച്ചേട്ടൻ പറയാൻ പോയി. അല്ല, നീ ഫസ്റ്റ് നിന്റെ പേര് പറഞ്ഞപ്പോഴേ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഞാൻ പെട്ടെന്ന് ജിരാബർ ചവന പ്രശ്നം രീതിയിൽ എന്ത് കേട്ടത്? ഷിജിന ജോസ് പ്രകാശ്. അതാണ് എല്ലാരും എനിക്കറിയാം. ഷിജിന എനിക്ക് പേര് അറിയാം. ഞാൻ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞ് ഭയങ്കര സ്പീഡിൽ പറയുമ്പോഴേ ആർക്കും പിടികിട്ടില്ല എന്നൊക്കെ. ഞാൻ ഈ ആദ്യത്തെ സിനിമയുടെ പേര് കേട്ട സമയത്ത് ഈ ഒരു സ്ഥലത്ത് നൈറ്റ് ഡ്രൈവ് പോകുന്ന കുറെ ചെറുപ്പക്കാർ അങ്ങനെ വിചാരിച്ചത്. ഞാൻ കുറച്ച് മുമ്പ് ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചായിട്ട് ഒരു ബന്ധമില്ല. എനിക്ക് മനസ്സിലായത് രാത്രി വീട്ടിൽ ആരില്ലാത്തപ്പോൾ കാമുകിയുടെ വീട്ടിൽ പോകുന്ന കാമുകൻ, അതേ സമയത്ത് ആ പ്രദേശത്ത് ഒരു കള്ളൻ ഇറങ്ങുന്നു, വീട്ടിൽ കക്കാൻ കയറുന്നു, നായകന്റെ പേരിലേക്ക് കള്ളനായി എന്ന് ഡൗട്ട് അടിക്കേണ്ട സമയത്ത് നായകൻ കള്ളനെ പിടിക്കാൻ വേണ്ടി പോകുന്നു. നായകൻ കള്ളനെ പിടിക്കുന്നു. കള്ളൻ വെറുതെ അല്ല, കള്ളൻ കുറച്ച് സ്പെഷ്യൽ കഴിവുകളൊക്കെ ഇല്ല, കാലൊന്നും ഇല്ലാത്ത കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കള്ളനാന്ന് തോന്നുന്നു. ആൻഡ് ഇത് തന്നെയാണ് സിനിമ. ഇത്രേ തോന്നിയുള്ളൂ. ട്രെയിലർ അത്രയും കാണിച്ചിട്ടുള്ളൂ. ശരിക്കും എന്താണ് ഈ സിനിമയിൽ? ബാക്കി കഥ കൂടെ പറഞ്ഞോളൂ. നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ നെല്ലിക്കാംപൊയിലിൽ നടക്കുന്ന ഒരു കഥ. നെല്ലിക്കാംപൊയിൽ എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ, പാലക്കാട്, അങ്ങനെ ഒരു തമിഴ്നാട് കേരള ബോർഡറിൽ വരുന്ന എല്ലാ 2 കൾച്ചറിന്റെയും ബെസ്റ്റും ഇതൊക്കെ ഉള്ള ഒരു നാടും അവിടുത്തെ ക്യാരക്ടേഴ്സാണ് ഞങ്ങളെല്ലാവരും.
അപ്പൊ ഈ നാട്ടിൽ നടക്കുന്ന ഒരു ഇൻസിഡൻസ് അല്ല, നാട്ടിൽ നടക്കുന്ന പല ഇൻസിഡൻസും അത് കാരണം നാട്ടുകാർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അവരതങ്ങനെ റിസോൾവ് ചെയ്യാൻ നോക്കുന്നതും ഇത് കണ്ടുപിടിക്കുന്നതും കള്ളനാവാം, അതെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ അതെങ്ങനെയാണ് ഇവര് ഐഡന്റിഫൈ ചെയ്യുന്നതും പിന്നെന്താ കുറച്ചൊരു മിത്തും അല്ലെങ്കിൽ ഫാന്റസിയും തെയ്യം അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഫിക്ഷണലായിട്ടൊരു വില്ലേജ് ആണ് ഓക്കെ. നമ്മളിപ്പോ നിങ്ങള് പക്ഷെ എന്നാ ക്യാരക്ടേഴ്സും റിയലിസം ഉണ്ട്. അങ്ങനെ ക്യാരക്ടേഴ്സ് ആണ്. അതിൽ നടക്കുന്ന കുറെ ഇൻസിഡൻസ്, മിസ്റ്ററിയും ത്രില്ലറും ഫൈറ്റും ഫാന്റസിയും റൊമാൻസും ഹൊററും കോമഡിയും എല്ലാം ഉണ്ട്. ഇത് കുറച്ച് വർഷം മുമ്പ് നടക്കുന്ന കഥയാണോ? നമ്മളായിട്ട് റോഷന്റെ ഒക്കെ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി മൊബൈൽ ഇല്ലാത്തൊരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് വെക്കാം. മൊബൈൽ വരാത്തൊരു കാലഘട്ടം കുറച്ചുകൂടി നല്ല. അങ്ങനെ കൃത്യമായിട്ട് ഏതാ കാലഘട്ടം എന്ന് പറയുന്നില്ല. പറയുന്നില്ല. വർത്തമാന കാലഘട്ടം അല്ല, പഴയൊരു കാലഘട്ടമാണ് ഇതൊക്കെ. അതെന്താ വർത്തമാനകാലം? പ്രസന്റ് കാലഘട്ടം. പഠിച്ചിട്ടാ വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇത് എന്തൊക്കെ പറയണോ ഓരോ ഇന്റർവ്യൂ കുറച്ച് പേര് അല്ലേ പ്രാക്ടീസ് ചെയ്തിട്ടാ വന്നത്. എനിക്ക് തോന്നുന്നു ഇതില് 90% നൈറ്റ് ഇത് ഷൂട്ട് ചെയ്തേന്ന് തോന്നുന്നല്ലേ? പേരും അങ്ങനെയാണല്ലോ. ശരിയാ, പേരിനോട് 100% ആദ്യം എന്താണ് തോന്നിയത് പേര് കേട്ടപ്പോ? ഇത് നൈറ്റ് ഡ്രൈവ്. ശരിക്കും ഇതിൽ അടിപൊളി ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കൊറേ തലയൊക്കെ പൊട്ടലുണ്ട്, കൈ ഒടിഞ്ഞിട്ടുണ്ട്. ശരിക്കും എത്ര അടി കിട്ടിയിട്ടുണ്ട്? അടി കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി ഇതിൽ നല്ല അടി തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഞങ്ങക്ക് വാങ്ങാനല്ല അറിയാം, കൊടുക്കാൻ അറിയില്ല. ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് നോക്കുന്നുണ്ട്. റോൺ ചേട്ടന് അടിയുണ്ടോ? ഇല്ല, ഞാന് ഫൈറ്റ് ഉണ്ട്. മുമ്പത്തൊരു മാസ ഇപ്പൊ പ്രായമുള്ള ഒരാളാണ്. മുമ്പ് ഒരു പഴയ മാസ ആൾക്കാരായിട്ട് നമ്മളെ കാണിക്കുന്നത്. അബൂക്കനെയും എന്നെയും അതുപോലെ തന്നെ നസീർ സംക്രാന്തി, നസീർക്കല്ലേ നമ്മൾ അങ്ങനെ കാണിക്കുന്നത്. ലുക്കൊക്കെ വേറെ മൊത്തത്തിൽ വേറൊരു പരിപാടി. അബൂക്കയുടെ സുഹൃത്ത് പറഞ്ഞാൽ ചിന്തിക്കാലോ. നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പോഴും പിള്ളേരോട് കട്ടൊക്കെ പിടിച്ചിരിക്കുന്ന ആൾക്കാരാ. കൂട്ടത്തിരുത്തിയാലും ഈ ഒരു ഏജ് ഗ്രൂപ്പിലൊക്കെ പറ്റുന്ന വൈബ് വരുന്ന ആൾക്കാരാ. വളരെ കുറച്ച് പേരില്ല ഇങ്ങനത്തെ ആൾക്കാര്. സന്തോഷായി ഇതൊക്കെ. ശരിക്കും ക്യാരക്ടേഴ്സ് എന്താ ഒന്ന് പറയാമോ? എന്റെ ക്യാരക്ടറിന്റെ പേര് ശ്യാം. ശ്യാമിനെ പറ്റി പറയുകയാണെങ്കിൽ ശ്യാം എവിടെ മാംഗ്ലൂരിന്ന് മംഗലാപുരത്ത് നിന്ന് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് അവന്റെ ഒരു വെക്കേഷണൽ കോഴ്സ് കഴിഞ്ഞ് ഇങ്ങനെ നാട്ടിലെത്തി. അപ്പൊ അവന്റെ നാട്ടിലൊരു പ്രണയമുണ്ട്, അവന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇവരെല്ലാരും ഒരുമിച്ച് നിന്നതിനെ ഫേസ് ചെയ്യുന്നതും അതിന്റെ ഇടയ്ക്കുള്ള പ്രണയവും അതിന്റെ അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടിയാണ് ഷാമിന്റെ. അതെ, കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. അതിൽ നിർത്തി ഇതൊക്കെ. അല്ല, അവിടെ മറ്റേ ഈ പറമ്പിലൊക്കെ പണിക്ക് പോകുന്ന ഒരാളായിട്ടാണ് നമ്മള്. വൈകുന്നേരം പക്ഷെ പണിയെടുക്കില്ല. വൈകുന്നേരം 2 എണ്ണം 2 4 ആക്കുക, 4 8 ആക്കുക, അങ്ങനെ അടിച്ച് കിണ്ടിയെ നടക്കുക, അങ്ങനെ പരിപാടി. പ്രത്യേകിച്ച് അങ്ങനെ വീട്ടിൽ വരിക ഒരു പറയുക, അങ്ങനെയുള്ള പരിപാടി. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ മറ്റേ എന്തിനും നമ്മള് പറയില്ലേ, ഒരാളെ മുന്നിൽ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പോയി 2 സ്റ്റെപ്പ് നമ്മൾ ഇവനൊക്കെ എന്നുള്ള അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ്. ഓഹോ, ചേച്ചിന്റെ ട്രെയിലറിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ ഇതിപ്പോ പറയാൻ പറ്റുമോ എനിക്കറിയില്ല. അത് ഹൊററായിട്ട് ലാസ്റ്റ് വരുന്ന പുള്ളിക്കാരിയാണെന്ന് ഡൗട്ട്. ട്രെയിലറിൽ ഒരു പ്രയത്നം കാണിക്കുന്നത് സർപ്രൈസ് റോളാന്ന് മനസ്സിലായി. പക്ഷെ ഞാനില്ലാണ്ട് സിനിമയില്ല. സിനിമയുടെ ഒരു കോർ സ്ട്രെങ്ത്. ഇതൊക്കെ എന്റെ തലയിലാവല്ലോ. ഓക്കെ, അപ്പൊ അധികം ക്യാരക്ടറെ കുറിച്ച് പറയാൻ പറ്റില്ല. നാട്ടും പുറത്ത് നമ്മുടെ എല്ലാ ഗ്യാങ്ങിലും കാണൂലേ ഒരു പിള്ളേർ സെറ്റിൽ കുറച്ച് സീനിയർ ആയിട്ടുള്ള വയസ്സായിട്ടുള്ള ആള് എല്ലാവരും ചേട്ടാന്ന് വിളിക്കും. പക്ഷെ ചില സമയങ്ങളിൽ എടാ അങ്ങനെ തെറിയും വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ഗ്യാങ്ങിലെ ചേട്ടൻ പോലെ. പ്രത്യേകിച്ച് ഇയാൾക്ക് അങ്ങനെ സ്വപ്നങ്ങളോ
അങ്ങനത്തെ ഒന്നുമില്ല. ഒരു പണിക്കും പോവില്ല. ഓട്ടോ ഉണ്ട്, ഓട്ടോ ഓടിക്കുന്നുണ്ട്. പേരിനൊരു ഓട്ടോ ഉണ്ട്. ഞങ്ങൾ ഓടാൻ സമ്മതിക്കാറില്ല. അമ്മ ഇതൊക്കെ ആ ചിലവൊക്കെ വീട്ടിൽ അങ്ങനെയാണ്. അപ്പം ടെൻഷനൊന്നുമില്ല, പ്രത്യേകിച്ച് ഡ്രീംസ് ഒന്നുമില്ല. എന്നാൽ പിന്നെ ലൈഫിൽ കൃത്യമായിട്ടുള്ളൊരു ഇതൊന്നുമില്ല. ആ ഓളത്തിലങ്ങ് പോകുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. കൂട്ടത്തിലൊരു ഫ്രീക്കറാണോ റോഷന്റെ ഒരു ക്യാരക്ടർ? അല്ല, അതിപ്പോ മാത്യു പറഞ്ഞ പോലെ മാത്യുവിന്റെ 2 സപ്പോർട്ട് സിസ്റ്റത്തിൽ ഒരാൾ. അപ്പൊ അങ്ങനെ അപ്പോൾ നാട്ടിൽ തന്നെ പണിക്കൊന്നും പോകാതെ വെള്ളമൊക്കെ അടിച്ച് അവിടെ ഇങ്ങനെ കൂട്ടുകാരൻ വരുമ്പോൾ കൂട്ടുകാരൻ്റെ കൂടെ ചില്ലൊക്കെ ചെയ്ത് ഇങ്ങനെ പിന്നെ കുറേ ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ക്യാരക്ടറാണ്. കണ്ണൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. കണ്ണൻ. ഇപ്പൊ ഡാൻസ് വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടുപേരുടെയും. ഭയങ്കര ക്യൂട്ടായി പൂക്കി വൈബിലുള്ള ഡാൻസ് ആയിരുന്നു. കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നെസ്ലെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പഠിപ്പിച്ചു കൊടുത്തത് ആരാ ശരിക്കും? ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഡാൻസ്. എവിടെയൊക്കെ വിജയ് സാറിന്റെ ഒരു മാനറിസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നിയായിരുന്നോ? അല്ല, അത് എന്താ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ എന്താ അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ആക്ടറിന്റെ എൻ്റെ ഒരു റോൾ മോഡലാണ്. അപ്പോൾ സാറിനെ വെച്ച് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗം അത്രയും ഇല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അത് വേറെ ലെവലിലാണ്. പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ പ്രസന്റ് ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ക്യാരക്ടറിനെ പോലെ പ്രസന്റ് ചെയ്തതിന്റെ ടീമാണ് ഡയറക്ടർ നൗഫലിക്കയുടെ വിഷനാണ്. മെൽവിജയുടെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ റോണക് ചേട്ടൻ ആണ് ലുക്ക് സെറ്റ് ചെയ്തത്. അപ്പൊ ഇവർക്ക് ആണ് ഞാൻ ആ ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഓരോ സിനിമകൾ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാത്ത കഥാപാത്രം അല്ലെങ്കിൽ പുതിയ ടീം, ഇപ്പോൾ പുതിയ ഡയറക്ടേഴ്സിന് നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട്. പുതിയ ഡയറക്ടർ നല്ല നല്ല പടങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു നടൻ നടി എന്ന രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കഥകളിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളൊരു ഒരു സെലക്ഷൻ എങ്ങനെയാണ് ശരിക്കും നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടാവുന്നത്? എങ്ങനെയാ പുതിയ പുതിയ സിനിമകളുടെ ഭാഗമാവുന്നത് എങ്ങനെയാ? വെറുതെ ഇരിക്കുന്ന സമയമാണെങ്കിൽ വലിയ സെലക്ഷൻ ഒന്നും ഉണ്ടാവില്ല. കിട്ടുന്നത് ഓടിപ്പോയി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആവുന്നതും നമ്മൾ റിപ്പീറ്റേറ്റീവ് ആവാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ റിപ്പീറ്റ് ചെയ്യാൻ മറ്റുള്ളവർ ശ്രമിക്കില്ല. ഇതാണ് ഇതിന്റെ രത്നച്ചുരുക്കം. നമ്മള് ആവുന്നതും മാറി 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 ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നൗഫൽ ഇപ്പൊ ഇതിനകത്ത് ഈ പടത്തിന് മേക്കപ്പ് ടെസ്റ്റ് വന്നപ്പോ തന്നെ അന്ന് തന്നെ ഒരു പടവും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ എന്നെ എന്റെ 2 പോർഷനും മുടിയങ്ങ് എടുത്ത്. അപ്പൊ പിന്നെ നൗഫൽ ഒരിക്കലും ഒരു പുതുമുഖമായിട്ടല്ല നവാഗതനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഒരുപാട് വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ എഡിറ്ററാണ്. ഒരുപാട് നല്ല സിനിമകളുണ്ട്. വെള്ളം, സുഡാനി ഫ്രം നൈജീരിയ, കപ്പേള, ഒരുപാട് സിനിമകളുണ്ട്. ഹെയ്റ്റ് ഫാദർ, നെയ്മർ. അപ്പൊ അങ്ങനെ അപ്പോൾ നൗഫൽ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തതയുണ്ട്. നമ്മളിപ്പോൾ ഓരോരുത്തരത്തും സംസാരിക്കുമ്പോഴും നമ്മുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അതിന് കൃത്യമായിട്ട് ഇന്ന രീതിയിൽ ചെയ്താൽ മതി, നമ്മളിപ്പോൾ ചെയ്ത് തെറ്റിക്കഴിഞ്ഞാൽ തന്നെ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു മാത്യുവിനാണെങ്കിലും പെന്നെയാണെങ്കിലും എല്ലാവരെയും ഗൈഡ് ചെയ്യാനൊക്കെ വ്യക്തമായിട്ട് അറിയാം. എനിക്കാണോ ലുക്ക് സെറ്റ് ചെയ്തപ്പോ എല്ലാരെയും ബാക്കി പ്രീവിയസ് പടത്തിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവരുന്നുള്ള രീതിയിലാണ് എല്ലാവരെയും സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നൗഫലിക്ക് വന്നപ്പോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഞാൻ സുധി നെയ്മർ ചെയ്ത സുധി ചേട്ടൻ എഡിറ്ററാണ്. അപ്പൊ സുധി ചേട്ടൻ ഡയറക്ടറായപ്പോ അല്ലെങ്കിൽ എഡിറ്റേഴ്സ് ഡയറക്ടർ ആകുമ്പോൾ ഭയങ്കര അവർക്ക് നല്ലൊരു കൺവിക്ഷൻ ഉണ്ടാവും. അവർ ഭയങ്കര ഷാർപ്പാണ്, അവർക്കറിയാം എന്ത് വേണം. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ വളരെ അടുത്ത 2 സുഹൃത്തുക്കളൊക്കെ എഡിറ്റേഴ്സാണ്. അപ്പോൾ അവർ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഇവർ വെച്ചാൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നടക്കുന്ന നമ്മുടെ പെർഫോമൻസുകൾ നല്ലതാക്കുക അല്ലെങ്കിൽ നമ്മുടെ മോശം മാറ്റുക, അത് എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളെ ഭയങ്കര നീറ്റായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതൊരു എഡിറ്ററാണ്. അപ്പൊ ആ എഡിറ്റർ ഡയറക്ടർ ആവുമ്പോൾ അതിനെപ്പോഴും ഒരു അത് നല്ല രസമായിട്ട് വരും. അത് ഭയങ്കര ഷാർപ്പായിരിക്കും. അതുകൊണ്ട് നൗഫലിക്കയുടെ പടം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര എന്താ ഈ സിനിമയുടെ ഭാഗമാവാൻ പറ്റി അല്ലെങ്കിൽ അവർ എൻ്റെ അടുത്തേക്ക് വന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനൊന്നുമില്ല, അവസരങ്ങൾ വരുന്നതൊക്കെ ചുരുക്കോ നോക്കിയൊക്കെ സെലക്ട് ചെയ്യണമൊക്കെ. പക്ഷെ ഈ പറഞ്ഞ എനിക്ക് നൗഫലിക്ക് ഓൾറെഡി എൻ്റെ ഫ്രണ്ട് ആയിരുന്നു. ഞങ്ങൾ പണ്ടൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു നൗഫലിക്ക് എഡിറ്റിംഗ് ചെയ്തിട്ട്. പക്ഷെ അത് പെട്ടിയിലായി പോയി. അപ്പൊ അന്ന് മുതലുള്ള പരിചയത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നൗഫലിക്കയുടെ വേറൊരു പ്രോജക്റ്റിലായിരുന്നു ആദ്യം എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് പ്രോജക്റ്റ് നടന്നില്ല. പിന്നെ നടക്കുന്ന ഇതായിരുന്നു. സോ അങ്ങനെ പിന്നെ ഇത് ഞാൻ ചെയ്തതിലും ഈ പറയുന്ന കണക്ക് എന്നെ മനസ്സിലാവത്തോലും ആരാധക കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. 4 മണിക്കൂറൊക്കെ മേക്കപ്പ് ഇട്ടിട്ടായിരുന്നു ചെയ്യുന്നത്. അപ്പം അത്രയും കഷ്ടപ്പാടൊക്കെ ഉണ്ടെന്ന് ആദ്യം അറിയത്തില്ലായിരുന്നു. പിന്നെ ക്യാരക്ടർ സ്റ്റൈൽ ചെയ്ത് മേക്കപ്പ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്
എനിക്ക് എൻ്റെ ലൈഫ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെനിക്കൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് അല്ല ഞാൻ ഇതിനകത്ത് ഈ ബ്ലെസ്സിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആലോചിക്കായിരുന്നു, പ്രൊഡ്യൂസർമാർ ഇപ്പോഴും പറഞ്ഞുകൂടാത്ത ഈ നിഗൂഢ രഹസ്യം ഇപ്പോഴാണ് മനസ്സിലായത്. ഇവർ രണ്ടുപേരുടെയും മുമ്പത്തെ കൊളാബറേഷൻ 2 പടം ഇറങ്ങിയിട്ടില്ല, 3ാമത്തെ പടം. ഇല്ല. എന്റെ പ്രൊഡ്യൂസറുമായിട്ടുള്ള പടം ഇറങ്ങിയിട്ടുണ്ട്. പ്രൊഡ്യൂസറുണ്ട് കട്ട കോൺഫിഡൻസ്. ഇല്ല, പ്രൊഡ്യൂസറുമായിട്ടുള്ള കൊളാബറേഷനിൽ ഇറങ്ങി, സംവിധായകനുമായിട്ടുള്ള കൊളാബറേഷൻ. ഈശ്വര രക്ഷിക്കണേ ഇതൊക്കെ. ഇപ്പം 2021 ആദ്യം പടം വരുന്നത്, ഇപ്പം ലോകം സംഭവിച്ച ശേഷം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മുടെ ലൈഫിലൊരു എല്ലാവരുടെയും ഒരു ലൈഫ് മാറ്റുന്ന ഒരു പടം വരണം എന്ന് നമ്മൾ ചിന്തിക്കും. ഇപ്പൊ ലോകം സംഭവിച്ചു, ഇപ്പൊ ഞങ്ങളെ പ്രൊമോഷൻ ഇരിക്കുന്ന സമയത്ത് സബിച്ചേട്ടൻ വരുന്നുണ്ടോ എന്ന് ഇവിടുത്തെ എല്ലാ ആംഗിൾസും ചോദിക്കണം, അല്ലെങ്കിൽ ചാനൽസ് ചോദിക്കണം സബിച്ചേട്ടൻ ഇന്റർവ്യൂ ഉണ്ടാവോന്നാ. സോ സോ ആ ഒരു ചേഞ്ച് ഇല്ലേ ഇപ്പൊ നമുക്ക് മനസ്സിലാവില്ലേ? ഓക്കെ, ഇപ്പൊ മറ്റ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും പുതിയ അവസരങ്ങൾ വരുന്നു. ഇപ്പത്തെ ഒരു സ്റ്റേജ് എങ്ങനെയാ കാണുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാ അത് എൻജോയ് ചെയ്യണത്? ഞാനിപ്പം എക്സാമ്പിൾ ഞങ്ങൾ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കോളേജുകളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ലോകം ഇറങ്ങുന്നതിന് മുൻപ് മറ്റു പടങ്ങളുടെ ഇതിനും പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സ്വീകാര്യത ഏക്കാൾ ലോകം ഇറങ്ങിയതിന് ശേഷം കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എൻജോയ് ചെയ്ത്. ഞങ്ങളിലൊക്കെ പോയ ഗേൾ ഫാൻസ് ഇപ്പൊ പുറകെ ക്രഷ് അടിച്ചു. അതൊരു സത്യമായിട്ടുള്ള കാര്യം, പണ്ടും ഉണ്ടാവും. ലോകം പറയുമ്പോ കുറച്ച് കൂടി സന്തോഷം. ഞാൻ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുൻപത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പ്രിപ്പയർ മനസ്സിൽ. ഓക്കെ, അതെന്തായാലും നിങ്ങളോട് എന്തായാലും ചോദിക്കും, പറഞ്ഞോളൂ. എങ്ങനെയാ പുതിയ സ്ക്രിപ്റ്റുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പുതിയ ഡയറക്ടർ പ്രൊഡ്യൂസർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു വർക്ക് ഏറ്റെടുക്കുന്നത്? പല സമയത്ത് പല സാഹചര്യങ്ങൾ, പല കാരണങ്ങളായിരിക്കും ഒരു വർക്ക് എടുക്കുന്നത്. ചിലപ്പം ഒരു വർക്കിന് കഥ പരിപാടി നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും, ചിലത് തെളിയിച്ചിട്ടുള്ള ഡയറക്ടേഴ്സ് ആയിരിക്കും, പിന്നെ അങ്ങനെ പല കാരണങ്ങളാൽ എടുക്കും. അപ്പോൾ ഒന്നിന് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല ഒരു വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ചിലതിൽ ബാങ്കിൽ അടവായിരിക്കും, EMI ആയിരിക്കും. അതെ, അങ്ങനെ ശരിക്കും നിങ്ങൾ എടുക്കാറുണ്ടോ? പിന്നെ കേട്ടോ, നമ്മളിരിക്കുന്ന സിനിമ നടന്മാരാണ്, ആളുകളെ ചിന്തിക്കുന്ന സമയത്ത് ഇല്ല എനിക്ക് ഈ പടം വേണ്ട മാറ്റിക്കോളൂ. പക്ഷെ അങ്ങനെയും ചിന്തിച്ച സിനിമ അറിയില്ലെങ്കിൽ അറിയാൻ വേണ്ടി പറയണ, സിനിമ നടന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ലോൺ കുറവ്. അതിന് പറയുന്ന കാരണം എന്താണെന്നറിയോ? നോ കൺസിസ്റ്റൻസി ഇൻ ഇൻകം. ശരിയാ, കൺസിസ്റ്റൻസി ഇല്ല. നിങ്ങൾ വേറെ എന്ത് ജോലിക്ക് പോകുന്നത് നിങ്ങൾക്ക് എല്ലാ മാസവും 1 മുതൽ 5-ാം തീയതി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു എമൗണ്ട് വരും. എന്റെ അടുത്തൊരു ബാങ്ക് ഹോൾഡർ ഓപ്പണായി പറഞ്ഞ, സാറേ നിങ്ങൾക്ക് എവിടെ സാറേ കൺസിസ്റ്റൻസി? നിങ്ങൾ ജനുവരിയിൽ കുറച്ച് പേയ്മെന്റ് വന്നു, പിന്നെ നിങ്ങൾക്ക് മാർച്ചില്, പിന്നെ നിങ്ങൾക്ക് ഏപ്രില്, പിന്നെ മെയ് ജൂണിലില്ല, പിന്നെ ജൂലൈ, അങ്ങനെ പോയിട്ട് എന്താ കാര്യം? ശരിയാ. പക്ഷെ ആളുകളുടെ ഒരു അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അല്ല, അഭിനയിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്റെ 3ാമത്തെ പടമാണ് നൈറ്റ് റൈഡേഴ്സ്. അപ്പോൾ കുറെ സിനിമകളൊന്നും വന്നിട്ടില്ല, പക്ഷെ കൂടുതലും നല്ല പ്രൊജക്റ്റുകളുടെ ഭാഗമാവുക, നല്ല ക്രൂഡോടെ വർക്ക് ചെയ്യുക, നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞ 3 സിനിമകളും ആവശ്യമില്ല, ഇപ്പോൾ പൈങ്കിളിയും നൈറ്റ് റൈഡേഴ്സും ഒക്കെ ഇങ്ങോട്ട് വന്നു ചേർന്ന സിനിമകളാണ്. ഞാൻ അപ്പോൾ അങ്ങനെ കഥകളൊക്കെ കേൾക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെ നല്ല പ്രൊജക്റ്റുകളുടെ ഭാഗമാവുക, നല്ല ടെക്നീഷ്യൻസിൻ്റെയും ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുക, അതാണ് മെയിനായിട്ട്. പിന്നെ കഥ നമുക്ക് ഇഷ്ടപ്പെടണം. വെറുതെ കയറി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല പരിപാടി, അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സണൽ. ഓക്കെ, ഇപ്പൊ നമ്മള് സെലിബ്രിറ്റീസിന് ഇപ്പൊ നമ്മളെ കാണുമ്പോ ഇന്ന ആളെ പോലെ ഉണ്ടെന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണോ എന്നൊക്കെ. കഴിഞ്ഞ ദിവസം അവരെ മീറ്റ് ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരേ മുഖച്ചായുള്ള ആളുകളെ മീറ്റ് ചെയ്യുന്നത്. അല്ലല്ല, ഞാൻ വിജയ് സാറിനെ കണ്ടിട്ടില്ല. കുട്ടിക്കാലത്തൊക്കെ. അല്ല, എനിക്കൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പൊ ചെന്നൈയിൽ നിന്നാന്ന് തോന്നുന്നു പുള്ളി. തമിഴ് പടമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തണ്ണിമത്തം കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. പുള്ളി ഭയങ്കര ഏകദേശം സിമിലർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് പിന്നെ കൊച്ചിൻ കോളേജിൽ പോയപ്പോ പക്ഷെ അതെനിക്ക് അത്ര തോന്നിയില്ല. ഇല്ല, പക്ഷെ ഞാൻ പിന്നെ റീലൊക്കെ കണ്ടത്. നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ ഇന്ന സെലിബ്രിറ്റിയെ പോലെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സെയിം ഫേസിൽ ആരെങ്കിലും മീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? അല്ല, കുറച്ചാണ് മുമ്പാണ്. മോഡലിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. പേര് പറഞ്ഞു ഞാൻ ശേഷം കട്ടിപ്പുരികം ഉണ്ട്. അല്ലാതെ ഫീച്ചേഴ്സ് ഒക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്.
ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ്? എന്നെ കണ്ടിട്ട് ചിലവരൊക്കെ വന്നിട്ട് സംസാരിക്കാറുണ്ട്, മഴവില്ലൊക്കെ ചെയ്യുന്ന അമ്മയോട് മറ്റേ അശ്വിൻ എന്ന് പറയുന്ന ശരിയാ, ആ. തോന്നാറുണ്ട്. ഇവിടെ കയലാനന്ദി. യെസ്, ആരെ? കയലാനന്ദി എന്ന് പറഞ്ഞ തമിഴിലൊരു ആക്ട്രസ് ഉണ്ട്. സെയിം. എന്താ ചെയ്യാ ഇതൊക്കെ. നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോയാലോ? റോഷന്റെ അടുത്ത് ചോദിച്ചില്ല. റോഷൻ ഞാൻ ചോദിച്ചു, കോമഡിയായിട്ട് ചോദിച്ചാ മതില്ലേ, പറയാന്ന് പറഞ്ഞില്ലേ റോഷൻ? അല്ല എന്നെ പോലെ എന്താ പറയാ, എന്നെ പോലെ ഞാൻ മാത്രമേ പറഞ്ഞിട്ടില്ല. പക്ഷെ അല്ല, ഞാൻ ആവേശം കഴിഞ്ഞിട്ട് റെഡിറ്റിൽ ഒരു കമന്റ് വായിച്ചു. എന്റെ ആവേശത്തിൽ ആ ലുക്കും ഇതും വെച്ചിട്ട് ആരോ കമന്റ് അടിച്ചേക്കുന്നത്, ഈ സി അടൂർ ബാസിസ് ഗ്രാൻഡ് സൺ എന്ന്. അപ്പൊ അതിലൊരു കമന്റ്, നോ ഇറ്റ്സ് അത് ശ്രീനബാസി ആണെന്ന്. അടൂർ ബാസിയുടെ ഗ്രാൻഡ് സൺ ശ്രീനബാസിയാണ് ഇയാളല്ലേ. അല്ല അത് നെറ്റി കേട്ടോ. ആ യെസ്, ശരിയല്ലേ? ഇന്ന് എല്ലാവരുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പേപ്പർ അതാണ് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ കുറച്ച് വേർഡ്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ ഇഷ്ടമുള്ളത് ഒന്ന് പിക്ക് ചെയ്യുക, ഒറ്റ ഓരോരുത്തർ എടുക്കുക. അപ്പൊ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വേർഡ് ഉണ്ടാവും, ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. സോ അത് ഇപ്പൊ സിനിമ നൈറ്റ് ആണല്ലോ, നിങ്ങൾക്ക് ആദ്യം ബേസ് ചെയ്ത് തോന്നുന്ന ഒരു ഇൻസിഡന്റ് പറയാം. നമുക്ക് നൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇനി നൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഡേ ആയിട്ടും കണക്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു ഇൻസിഡന്റ് നിങ്ങളൊന്ന് പറയണം, രാത്രിയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ മാറ്റർ അല്ലേ? അതെ അതെ. തുടങ്ങുന്നു ചേട്ടാ. ഞാൻ എന്താ കിട്ടിയേ? ഞാൻ പറയാം. അപ്പൊ എനിക്ക് ലവർ ഇല്ലായിരുന്നു, അങ്ങനെ രാത്രിയിലത്തെ ഇൻസിഡൻസ് ഒന്നും അങ്ങനെ. രാത്രി ഞങ്ങക്ക് പകലിലെ മതി. പകലേ ഞാൻ പറഞ്ഞു, രാത്രിയിലേക്ക് പകൽ. അതാ ഫാമിലി, എൻ്റെ ആദ്യ പടം ഒറ്റയാൾപാത, എന്താ ഫാമിലി എല്ലാവരും കൂടെ തൃശ്ശൂർ വന്നിട്ട് ഒരു തിയേറ്റർ ഞാൻ കണ്ടേ. അതങ്ങനെ പാരൽ മൂവി ആയിരുന്നു. അപ്പം അവർക്ക് അനിയത്തി പടം കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്ടറിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഞാനിങ്ങനെ കണ്ടു, അവള് സംസാരിച്ചിട്ട് കരയുന്നു. ഞാൻ പെട്ടെന്ന് കണ്ടെടുത്ത് എനിക്ക് അത് കണ്ടു കഴിഞ്ഞാൽ എനിക്കും കരച്ചിൽ വരും. എന്തിനാന്ന് അറിയത്തില്ല, അവള് കരയുന്നു, ഞാൻ കാണാത്ത പോലെ പോയി. ചേട്ടന്റെ ഒരു സക്സസ് കാണുമ്പോൾ ഒരു സന്തോഷം. എനിക്ക് അറിഞ്ഞൂടാ, സിനിമയാണ്. സിനിമ രാത്രി, സിനിമ അപ്പൊ ഇത്ര എളുപ്പമായിട്ടുള്ള മാറ്റർ ആണ്. ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ നൈറ്റ് നിങ്ങളത് മനസ്സിൽ വിട്ടേക്കൂ. അത് ആദ്യം ഓർക്കുമ്പോ ബേസ്ഡ് ആയിട്ട് തോന്നുന്നൊരു ആദ്യ സിനിമ തിയേറ്ററിൽ കണ്ട പോയ സിനിമ ഞാൻ പറഞ്ഞു കൊടുക്കണോ? രാത്രി ആരോടെങ്കിലും പോയപ്പോൾ പ്രത്യേകമായ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായോ? അതെ, ആ ഇൻസിഡന്റ് പറഞ്ഞ കുഴപ്പമില്ല, വീട്ടിൽ കേട്ടില്ല, എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. എന്നെ രാത്രി പീഡിപ്പിച്ച കഥ പറയണോ? നാട്ടുകാർ ഓടിക്കൂടുന്ന പറഞ്ഞു. ഞാൻ സേലത്താണ് മെഡിക്കൽ കോളേജിൽ പഠിച്ചത്. എനിക്ക് എന്റെ മാറ്റർ എന്നുള്ള ഫ്രണ്ട്സ് എന്നാണ്. ഇപ്പൊ സേലത്ത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതിനടുത്ത് ശരിക്കും പറഞ്ഞാൽ എന്റർടൈൻമെന്റ് സോൺ എന്നുള്ള പരിപാടി സേലത്തില്ല. ഈ കൂടെയുള്ള നമുക്ക് മാനേജ്മെന്റ് കോട്ടയിലെ കുറച്ച് സ്റ്റുഡൻസും ബാക്കിയൊക്കെ മെറിറ്റിലെ പിള്ളേരാണ്. മെറിറ്റിലെ 80% മെറിറ്റിലെ ആൾക്ക് മറ്റേ തമിഴ്നാട് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവിടെ എല്ലാവരും ഈ കാലത്ത് വന്നാൽ നമ്മുടെ ക്ലാസ് റൂമിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യുക, ഇന്നലെ പഠിപ്പിച്ചതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ മൊത്തത്തിലുള്ള സീരിയസ് അറ്റ്മോസ്ഫിയറാണ്. ആർക്കും സമയമില്ല. അന്നേരം ഫസ്റ്റ് ഇയർ ഫൈനൽ ഇയർ ആണെങ്കിൽ തിരിഞ്ഞു നോക്കാൻ പറ്റും, അത്രമാത്രം പഠിക്കാനുണ്ട്. മറ്റേ തേർഡ് ഇയർ വരുമ്പോഴാണ് കുറച്ചിങ്ങനെ നമുക്കൊന്ന് ബ്രീതിങ് സ്പേസ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ സാറ്റർഡേ സൺഡേ ആകുമ്പോൾ വളരെ ഒന്നാമത്തെ നമ്മുടെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി നീറ്റ് ഗ്രൂപ്പാണ്. ചെന്നാൽ പോലും നമ്മൾ കുറച്ച് പേര് ചേർന്നിട്ട് ഈ സേലത്ത് നിന്ന് ഏർക്കാട് എന്നുള്ളൊരു ഹിൽ സ്പോട്ട് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു 10 കിലോമീറ്റർ മുകളിൽ പോയി കയറി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര മൂടൽ മഞ്ഞും ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു സൈഡിലൊക്കെ ഇരുന്നാലും നമ്മളൊരു ഹെഡ് ലൈറ്റ് കത്തിച്ചിട്ടില്ല തന്നെ വേറെ വണ്ടിയൊന്നും ഇടിക്കും, ഇത്രയും ഇരുട്ടാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയിരുന്നു. കുറച്ച് ഞാനും എൻ്റെ കൂടെ കൊളീഗ്, അവന്മാരുടെ പേര് ഞാൻ പറഞ്ഞില്ല, അവന്മാർക്ക് വിഷമാവും. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്ന് ചെറുത് എന്തോ കഴിച്ചിട്ടുണ്ട്, വളരെ ചെറുത്. അപ്പോൾ അങ്ങനെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഒരുത്തൻ വെറുതെ അതിനിടയ്ക്ക് നമ്മുടെ കൂടുതൽ ഒരുത്തൻ പറഞ്ഞു, എടാ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിനിടയിൽ ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും അതിൻ്റെ മുകളിൽ നിന്ന് എങ്ങാനും വീണിട്ട് നമ്മൾ ഈ റോട്ടിൽ എവിടെ സൈഡിൽ അങ്ങനെ കിടക്കുക എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നെഞ്ചത്താവില്ലേ? നമ്മളാണെന്നുണ്ടെങ്കിൽ കേരള സ്റ്റുഡൻസുമാണ്. ഞാൻ പറയും ഇപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അല്ലേ ഇല്ലടാ, എന്നാൽ അങ്ങനെ ഒരാളവിടെ മുകളിൽ നിന്ന് അങ്ങനെ ചാടി മരിക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ മോളിൽ അങ്ങനെ സംഭവം ഇല്ലല്ലോ. ഇല്ല, അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ നീ ആലോചിച്ചോക്കെന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞൊരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ മെല്ലെ ഈ വണ്ടി ഇങ്ങോട്ട് നേരെ യു ടേൺ എടുത്ത് നമ്മൾ തിരിച്ച് താഴത്തോട്ട് ഇറങ്ങുക, സ്ഥലത്തോട്ട് ഇറങ്ങുക. ആ യു ടേൺ എടുത്ത് കുറച്ച് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു 20-30 മീറ്റർ പോകുന്നു പറഞ്ഞാൽ കറക്റ്റ് ഒരാൾ റൂട്ടിൽ കിടക്കുക.
ഇവിടെ കിടക്കിച്ച് പുള്ളി ചോര വലിച്ചിട്ടൊന്നുമല്ല, പുള്ളി അവിടെ കിടക്കുന്നത് എങ്ങനെയാണ് ആ പുള്ളി അവിടെ വന്നതെന്നുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ വരാത്തൊരു പുള്ളി എങ്ങനെ ഒന്നുള്ളത് ഇന്നും എനിക്കറിയില്ല. അപ്പൊ ഞങ്ങൾ അപ്പുറത്തുകൂടെ വണ്ടി എടുത്തിട്ട് എങ്ങനെയോ ചീറി പാഞ്ഞൊരു 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ അത് എനിക്ക് ആ രാത്രിയുമായിട്ട് ബന്ധപ്പെടുത്തി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരൊറ്റ സാധനം ആദ്യം വന്നത്. കാരണം അല്ല പേടിക്കല്ല, ബ്ലീഡിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് പുള്ളി മരിച്ചിട്ടുണ്ടോ എന്ന് ചെന്ന് നോക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ഒന്നും നോക്കിയില്ല സമയത്ത്. ഡോക്ടർ എന്നുകൊണ്ട് കാര്യമല്ലോ അതിന് പഠിക്കായിരുന്നില്ല. അല്ല അതിന് പഠിക്കുന്നതിന് ശേഷമല്ലല്ലോ പരിപാടി. ഞാനൊരു തവണ വണ്ടി ഓടിച്ച് ബാംഗ്ലൂര് പോകുന്ന വഴിക്ക് ഞാനും 2 കൂട്ടുകാരും ഉണ്ട്. അപ്പോൾ ഹൈവേ ആണല്ലോ, നമ്മള് നല്ല ഹൈവേ ആയതുകൊണ്ട് നമുക്ക് ഒരു 100 സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അപ്പൊ നമ്മള് മറ്റേ തിരക്കില്ല, രാത്രിയാണ് പോയിക്കൊണ്ടിരുന്നപ്പോ നടുക്കൊരു ബോഡി കാരണം ഒരാൾ കിടക്കുക ഹൈവേയില് റോട്ടില്. അപ്പൊ ഞാൻ ഓടിച്ചതിന്റെ കൂട്ടുകാരനെ ഞാൻ പറഞ്ഞാ എന്ന് പറഞ്ഞപ്പോ അവൻ പെട്ടെന്ന് ലെഫ്റ്റ് വെട്ടിച്ചു. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം സ്റ്റക്കായി. ഇത് എന്നിട്ട് അപ്പൊ കുറച്ച് പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ ഓർത്തന്നപ്പോ തിരിച്ചു പോയി നോക്കാം ഇത് എന്താ സംഭവം. എന്നിട്ട് ഞങ്ങള് യൂട്ടേൺ ഒക്കെ എടുത്ത് എന്തോരം ദൂരം ഒന്നും വന്നു അറിയില്ല. അപ്പൊ ഞങ്ങൾ കണ്ടില്ല. പിന്നെ എന്താണത് എന്റെ അമ്മ എങ്ങാനും കേറിയായിരുന്നെങ്കിൽ. പക്ഷെ അങ്ങോട്ട് ഒരാള് ട്രാപ്പിൽ കിടക്കേണ്ടതല്ല അല്ലേ, അല്ലെ നമ്മളെ പെടുത്താൻ വേണ്ടിട്ടേ കിടക്കേണ്ടതല്ല. ആക്സിഡന്റ് വന്ന് അല്ലല്ല ഇത് ഒരു അങ്ങനെയൊന്നുമില്ല, ചുമ്മാ കിടക്കുക. അങ്ങനെ ബ്ലഡോ ഇടിച്ച് അങ്ങനെ കിടക്കലും അല്ല. എന്താണോ വേദന. ഈ കഥ പറഞ്ഞു വെച്ചിട്ട് ശരിക്കും മറ്റേ കഥ പറയാൻ വിടാതെ വേറൊരു കഥ പറയാം. സിനിമയാണ്. അപ്പം എനിക്ക് തോന്നുന്നു എന്റെ ഫസ്റ്റ് ഫിലിം ഒക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഓരോ പ്രാവശ്യം തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ അവിടെ എനിക്ക് എന്നെ തന്നെ ആ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും എന്ന് സ്വപ്നം കാണാറുണ്ടായിരുന്നു ഇങ്ങനെ സിനിമ കാണാൻ പോകുമ്പോ. അപ്പം അത് സിനിമ എന്ന് പറയുമ്പോ ഒരു പെട്ടെന്നൊരു മെമ്മറി പോലെ ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് അല്ല അത് വെറുതെ എന്തിനാ, അത് ഭയങ്കര ക്രിഞ്ചാണ്, എല്ലാം ക്രിഞ്ചായിരിക്കും. വെറുതെ ഞാൻ എനിക്ക് ബ്രേക്കപ്പ് നമ്മള് എക്സ്ചേഞ്ച് ചെയ്യണോ വേണ്ട എന്നാലും ഒരു മെനത്തില്ല. നിങ്ങളുടെ ലൈഫിൽ ലവർ രണ്ടുപേരുടെ സിറ്റുവേഷൻ വെച്ചിട്ടല്ലേ ഇപ്പൊ കാർഡ് കിട്ടിയേക്കണേ. ഓക്കെ, അപ്പൊ ഇത് ഒന്നുമില്ല. ഫുഡ് ശരിക്കും ആവശ്യം ചെയ്യുന്ന സമയത്ത് കുറെ അധികം ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പൊ അതില് ആവശ്യത്തിൽ കുറച്ച് വണ്ണം ഉണ്ടല്ലോ. വണ്ണത്തിന്റെ മാത്രമല്ല, അന്ന് ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ട് കണ്ടിന്യൂറ്റി ഒന്നും നോക്കാതെ ഇഷ്ടം പോലെ ഇപ്പൊ രാത്രി തന്നെ നമ്മൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കടകളിലും പോയി എന്താ പറയണ്ടേ, മെജോറിറ്റി അവിടെ ആ കമ്മനഹള്ളി ഏരിയയിലുള്ള കൂടുതലും നൈറ്റ് എല്ലാ കടകളിലും പോയി എല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഫുഡിന്റെ നോക്കുമ്പോൾ ബാംഗ്ലൂർ ഭയങ്കര ഓർമ്മയാണ്. രാത്രി നൈറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് പറയാം. ഞങ്ങൾ ഈ സെറ്റിന്റെ ഇടയിൽ പാലക്കാട് വെച്ചിട്ട് പാലക്കാടായിരുന്നപ്പോ കോയമ്പത്തൂര് ചുമ്മാ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കോയമ്പത്തൂര് വരെ സഭയുടെ അടുത്ത് സഭ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഒരു മണിക്കൂർ ഫുഡ് കഴിക്കാൻ പോയല്ലോ, ഇത് നോക്കുന്നു കാർ ഹൈവേ കയറിയിട്ട് 110 കോയമ്പത്തൂർ അപ്പോഴല്ല മനസ്സിലായത് മറ്റേ 23 കിലോമീറ്റർ എന്തോ മാപ്പിൽ കണ്ടപ്പോൾ സഭ പറഞ്ഞു ഇതെന്താടാ ഇത് 23 ജസ്റ്റ് ഒന്ന് കോയമ്പത്തൂർ ഫ്രൈഡ് റൈസ് കഴിക്കാൻ അത്ര മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങളുടെ സെറ്റ് ഇപ്പം ഓൾറെഡി സംസാരിക്കുമ്പോഴായാലും നല്ലൊരു അടിപൊളി വൈബ് സെറ്റാണ്. കുറെ ആൾക്കാരുണ്ട്, ഇനിയും കുറെ ആൾക്കാരുണ്ട്, എല്ലാരും എപ്പോഴും ഉണ്ടാവും. ഭയങ്കര മീനാക്ഷി, രഞ്ജി കങ്കോൾ അബുക്കൊരു ഫുഡിയാണല്ലോ. കടയിലും പോയിട്ടുണ്ട്. കാലിക്കറ്റ് 9080. സോ ഈ വൈബ് തന്നെയാണ് നമുക്ക്. ഞാൻ ട്രെയിലർ കണ്ട സമയത്ത് എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി ഈ പടം കാണണം. അത് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ കാണാൻ പറ്റിയ ഒരു അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു പടമായിരിക്കും ഓൾറെഡി നമുക്ക് ഉറപ്പാണ്. സോ എന്തായാലും ആ ദിവസത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. സിനിമ ഹിറ്റ് ആവട്ടെ, സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു സോ മച്ച്.